ഇടുക്കി കൂട്ടാറിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സിഐയെ വെള്ളപൂശി വീണ്ടും ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. കൂട്ടം കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടാൻ നിയമപരമായി മാത്രമാണ് ബലം പ്രയോഗിച്ചതെന്ന് ഇടുക്കി എസ്പിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിനെതിരെ മുഖ്യമന്ത്രിയും കോടതിയും സമീപിക്കാനാണ് പരാതിക്കാരനായ മുരളീധരന്റെ തീരുമാനം. പുതുവത്സര ദിനത്തിൽ കൂട്ടാറിൽ മദ്യപിച്ച് കൂട്ടം കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടുന്നതിനിടെ മുരളീധരന് മർദ്ദനമേറ്റുവെന്നാണ് കട്ടപ്പന ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. കമ്പംമെട്ട് സിഐ നടത്തിയത് നിയമപരമായ ബലപ്രയോഗമെന്നും 2 SIമാർ ഉൾപ്പെട്ട സംഘം ആവശ്യപ്പെട്ടിട്ടും പിരിഞ്ഞു പോകാതെ വന്നതിനെ തുടർന്നാണ് സിഐ എത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിഐക്കെതിരെ നടപടി ആവശ്യമില്ലെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കമ്പംമെട്ട് സിഐ ഷമീർ ഖാനെ സംരക്ഷിച്ച് കേസ് തേച്ചുമായ്ച്ചു കളയാനുള്ള നീക്കമെന്നാണ് മുരളീധരന്റെ ആരോപണം. ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിച്ചുകൊണ്ട് ഇവർ പോകുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. നടപടി വൈകുന്നതനുസരിച്ച് കോടതിയെ സമീപിക്കണം. അതും കൂടെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. സിഐയുടെ മർദ്ദനത്തിൽ മുരളീധരന്റെ പല്ല് പോയിരുന്നു. എന്നിട്ടും കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കാനാണ് മുരളീധരന്റെ നീക്കം. മുരളീധരനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നിരുന്നു. SP ലഭിച്ച റിപ്പോർട്ട് ഉടൻ DIGക്ക് കൈമാറും. 24 ഇടുക്കി.